വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ മരണമടഞ്ഞ ഒട്ടനവധി കുട്ടികളുണ്ട്. ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അഭയം തേടിയിരിക്കുന്ന കുട്ടികളുണ്ട്. അവർക്കെല്ലാവർക്കും വേണ്ടി 1000 മെഴുകുതിരികൾ കത്തിക്കുകയാണ് തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിലെ കുട്ടികൾ. ബാലാവകാശ കമ്മീഷൻ സംഘടിപ്പിച്ച പരിപാടിയിലാണ് 1000 മെഴുകുതിരികൾ തെളിയിച്ചുകൊണ്ട് മരണമടഞ്ഞ കുട്ടികൾക്ക് ആദരാഞ്ജലിയും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അഭയം കാത്തിരിക്കുന്ന കുട്ടികൾക്ക് ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ചുകൊണ്ട് ബാലാവകാശ കമ്മീഷൻ ഒരു ചടങ്ങ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ കാണുന്ന കുട്ടികളാണ് അല്പം മുമ്പ് 1000ഓളം മെഴുകുതിരികൾ കത്തിച്ചുകൊണ്ട് വയനാട്ടുകാരോട് ഐക്യപ്പെട്ടുകൊണ്ട് ഇത്തരത്തിലൊരു ചടങ്ങ് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചത്. നമ്മളോടൊപ്പം ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സണായിട്ടുള്ള KV മനോജ് കുമാറുണ്ട്. സാർ, ഒരു ഐക്യപ്പെടൽ കൂടിയാണ്, ഒപ്പം കണ്ണീർ പൂക്കൾ അർപ്പിക്കുന്ന ഒരു ചടങ്ങ് കൂടിയാണ് ഇന്ന് നടന്നത്. ആദരാഞ്ജലികൾക്കൊപ്പം ഐക്യദാർഢ്യം കൂടിയാണ്. ജീവിച്ചിരിക്കുന്ന അവിടെയുള്ള കുട്ടികൾക്ക്, മുതിർന്നവർക്കും എല്ലാമുള്ള ഒരു ഐക്യദാർഢ്യം കൂടിയാണ് ഞങ്ങളിപ്പോൾ ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സംസ്ഥാനത്തൊട്ടാകെ നടത്തണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പിന്നെ ഉരുൾപൊട്ടിയ കനവുകൾക്കൊരു ഓർമ്മപ്പൂക്കൾ എന്ന നിലയിലാണ് ഞങ്ങൾ ഈ പരിപാടി ആലോചിച്ചത്. തീർച്ചയായും ഞങ്ങൾ കമ്മീഷൻ്റെ നേതൃത്വത്തിൽ തന്നെ അവിടെ കുട്ടികളുടെ മാനസികാരോഗ്യം സ്ട്രെങ്തൻ ചെയ്യുന്നതിനാവശ്യമായ പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് കമ്മീഷൻ വീണ്ടും വയനാട്ടിലെ കുട്ടികൾക്കൊപ്പം എപ്പോഴും ഉണ്ടാകും. അതുതന്നെയാണ് ഇനിയിപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന കുട്ടികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായി വേണ്ടത് അവരുടെ മാനസികാരോഗ്യം ഉറപ്പിക്കാൻ വേണ്ട പദ്ധതികളാണ്. സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പും ബാലാവകാശ കമ്മീഷനും ഇതുമായി ബന്ധപ്പെട്ട പദ്ധതികളുമായി മുന്നോട്ട് പോവുകയാണ്. അതിനൊപ്പമാണ് തങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്ന ഒട്ടനവധി കുട്ടികൾ മരണത്തിലേക്ക് നടന്നു നീങ്ങിയതിന് ഓർമ്മപ്പൂക്കൾ അർപ്പിച്ചുകൊണ്ടും, ഒപ്പം ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഇപ്പോഴും അഭയം കാത്ത് ഉറ്റവരെ കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക്, കുട്ടികൾക്ക് ഒക്കെ തന്നെ ഐക്യമേകിക്കൊണ്ട് ഇത്തരത്തിലൊരു ചടങ്ങ് ബാലാവകാശ കമ്മീഷൻ സംഘടിപ്പിച്ചത്. എസ് അനോഷിനൊപ്പം ഹരിമോഹൻ, മീഡിയ 1, തിരുവനന്തപുരം.